ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പം അമ്മേൻ്റെ വീട്ടിലാണ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഒരു കുഞ്ഞൊരു ഈവനിങ് വ്ളോഗൊക്കെ മാതിരി കാണിച്ചത്. ഇപ്പോൾ ടൈം എത്രയായി? 5:30 സംതിങ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പം നവ്യമേമൻ അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു വീടിൻ്റെ ഡിസ്റ്റൻസിലാണ് ഗൈസ് ഈ രണ്ട് വീടും കൂടി വരുന്നത്. ഇവിടെ എന്താ ആരും ഇല്ലേ? കൂട്ടിട്ടിരിക്കുന്നു. നമുക്ക് നോക്കി വെക്കാം. ഇങ്ങനെ നമ്മൾ നവ്യമേമേനെ പിക്ക് ചെയ്തു. ഇനി നമുക്ക് നടക്കാൻ പോവാം. ഞാൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞ് കുട്ടി മാറ്റി മുടിയൊക്കെ കെട്ടിക്കുന്നു. അതിനിപ്പോൾ ടൈം എത്രയായി? 5:30 ആയിക്കണ്. എൻ്റെ കുളിയും എൻ്റെ കുളിയും നനയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് എത്താനാകുമ്പോഴേക്ക് ടൈം നല്ല രീതിക്ക് ലേറ്റായി. എത്രയാ ദൂരം. ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് ഗൈസ്. നല്ല പച്ചപ്പും ഹരിതാപവുമായിട്ടുള്ള ഫുൾ അങ്ങനത്തെ ഒരു പാടങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു വൈബുള്ള ഒരു സ്ഥലമാണല്ലോ ഇവിടെ അല്ലേ? യെസ് ഗൈസ്. നമ്മളവിടെ ഇങ്ങനെയല്ല, അടുപ്പിച്ചടുപ്പിച്ച് വീടുകളാണ്. ബട്ട് ഇവിടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ നടന്നു നോക്കാം. ഇന്നലെ കിയാര ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടേക്ക് വന്ന് കിയാരേൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ, വിഷുവിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അങ്ങനെ പക്ഷേ ഫോട്ടോ എടുക്കാൻ നല്ല കരച്ചിലായിരുന്നു ഗൈസോള്. അപ്പോൾ ഇന്നിപ്പോൾ ഓൾ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ഇന്ന് രാവിലെ പോയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇറങ്ങിയിരുന്നു. അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഇവിടെ നല്ല ഈ ഫുള്ളി വയലല്ലേ വയൽ ആയിട്ട് പിന്നെ അപ്പുറം കുറച്ച് അങ്ങോട്ടേക്ക് ട്രെയിനിൻ്റെ അതൊക്കെ ഉണ്ട്. അവിടെ ഇവിടുന്ന് ട്രെയിൻ പോകുന്ന ഇവിടുന്ന് നോക്കിയാൽ കാണും. അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലം. ഞങ്ങൾ ചെറുപ്പത്തിൽ അവിടെ നന്ദുമേമ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു ഗൈസ്, ഇങ്ങനെ ട്രെയിൻ പോകുന്ന സ്ഥലത്തേക്കും ഒക്കെ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇങ്ങനെ നല്ല സൺസെറ്റിൻ്റെ ടൈമാണ് തോന്നുന്നു. കണ്ടില്ല ഗൈസ്, ഇതേമാതിരി നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് അധികം സ്ഥലങ്ങളാണ് ഇവിടെ. അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കാണുന്നത് കുറേ പക്ഷികളും ഈ അതിൻ്റെ പേരെന്താ, കൊക്കും. അതിന് പേരെന്താ? അത് കൊക്കൊന്നുമല്ല, വേറെ ഏതോ ഒരു പക്ഷി. 2 കൊക്ക കണ്ടോ? ഇപ്പോൾ 2 കൊക്കുകളും. ഇതിൻ്റെ അങ്ങോട്ടൊക്കെ ഞാൻ ഒരു പ്രാവശ്യം പോയിക്കുന്നു. മിന്നുവിൻ്റെ ഒക്കെ ഇപ്പോൾ സ്ഥലം നോക്കണം. മിന്നുവിൻ്റെ ഒക്കെ ഇപ്പം എന്തിനോ ഏതോ വിഷു ഓണോ അങ്ങനെ എപ്പോഴോ ഞാൻ അങ്ങോട്ട് പോയിക്കുന്നു. ഇതാണ് ഗൈസ് ഞങ്ങളെ പൂക്കി നവ്യമേമ. നോക്കട്ടെ പൂക്കി നവ്യമേമനെ. ഇത് നമുക്ക് മറ്റേ ഇവിടെ 2 ബോയൊക്കെ ഉള്ള കെട്ടി കൊടുക്കണം. ഞങ്ങൾ ഇന്നലെയല്ല മിനിയാന്ന് വാഴ 2 കാണാൻ പോയി ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോവൽ കുറവാണ്. ചിലപ്പോൾ അങ്ങനെ തോന്നുമ്പോഴേക്കേ പുറത്തു പോയുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് അവിടെ കിടക്കുക, നിലത്ത് കിടന്നാൽ ഉരുളും. പിന്നെ അമ്മയ്ക്ക് നിലം തുടയ്ക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അമ്മ ഉള്ള സ്ഥലത്ത് പോയി കിടന്ന് ഉരുളിൻ്റെ ഉണ്ടാവും. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതേമാതിരി ആർദ്രമേം ഇവരൊക്കെ ഉണ്ടായിരുന്നു. ആർദ്രമേം ഇപ്പം ഇന്നലെ ബീഷ് പാപ്പൻ അങ്ങോട്ട് പോയി. ഇപ്പം നമ്മൾ മാത്രം. ഓരോ കാര്യം പറയുന്നതിന് മുമ്പ് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എങ്ങനെ ട്രോള് വരും എന്നാലോചിച്ച് ഓരോന്ന് പറഞ്ഞ് നടക്കുകയാണ്. പൂക്കളും മുറ്റവും ഒക്കെ നോക്കി നിൽക്കുകയാണ് ഗൈസ്. മേമയ്ക്ക് അതിയായ ആഗ്രഹം ഗൈസ് പശുവിനെ വീഡിയോ എടുക്കണം എന്ന്. അപ്പം നമ്മൾ ആഗ്രഹം സക്സസ്ഫുള്ളി സാധിച്ചു കൊടുത്തു. കുറച്ച് പൂക്കൾ പറിക്കാം. ഇന്നിവിടെ പൂവില്ല. ഇവിടെ അല്ലായിരുന്നു ആദ്യം ഒരു നായക്കുട്ടിയില്ലേ? മരിച്ചുപോയി. ഇവിടെ എല്ലാവരും കൊണ്ടും ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. ഇപ്പോൾ അവിടെ വരെ ഒരു റൗണ്ട് പോയി വന്നു. ഇനി നമ്മൾ ഇതിങ്ങോട്ടൊരു റൗണ്ട് വിട്ടു ഗൈസ്. ഇവിടെ വരെ വല്ലാതെ പോകില്ല, കുറച്ചിങ്ങോട്ട് പോകും ഗൈസ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ഒരു വേഗം പോയി സബ്സ്ക്രൈബ്. ഇങ്ങോട്ട് വരുമ്പോൾ ആകെ 2 ഡ്രസ്സും പോയി ഗൈസ്. ട്രെയിനിൻ്റെ വീഡിയോ എടുക്കായിരുന്നു. ബട്ട് ഇപ്പോൾ ട്രെയിൻ പോയി.
ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആകെ രണ്ട് ഡ്രസ്സാണ് ഗൈസ് കൊണ്ടുവരൽ. ബാക്കി ഒക്കെ ഫുൾ ഇവിടെ വന്നാൽ ആർദ്രമേമേൻ്റെ ഡ്രസ്സ് മാത്രം ഞാൻ ഇടുള്ളൂ. എന്തിനിതാ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് വരെ ഫുൾ ആർദ്രമേമേൻ്റെ ഡ്രസ്സാണ് ഗൈസ്. നമുക്ക് വളയാം. യു ടേൺ. മേമേൻ്റെ കയ്യിൽ വോട്ട് ചെയ്ത് നിങ്ങൾ കണ്ടോ? നെയിൽ പോളിഷ് ഇട്ട മാതിരിയായിരുന്നു ഗൈസ്. ഇപ്പം അതിൻ്റെ മുകളിൽ ശരിക്കുള്ള നെയിൽ പോളിഷ് ഇട്ടപ്പം സാധനം വല്ലാണ്ട് അറിയുന്നില്ല, ഫുൾ പരന്നിട്ടായിരുന്നു. മേമയ്ക്ക് കൂടിയാണ് ഗൈസ് ഇപ്പം നടക്കാറിരിക്കുന്നത്. അമ്മയും മോനും ഒക്കെ അവിടെ കുളിക്കണുള്ളൂ. അവരൊക്കെ ഇപ്പോൾ ടൈം എത്രയായി? 6 മണിയുണ്ടാവും. അവരിപ്പോൾ കുളിക്കണുള്ളൂ. അതൊന്നും ആരോട് പറയണ്ട. അങ്ങനെ സ്ഥലം എത്താൻ ശാന്തിയമ്മ നനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ. നവിമേമ നമുക്ക് മറ്റേ റീൽസ് എടുക്കട്ടെ. 1-ാം കുന്നേലോടിയെത്തി ഒരാ നവിമേമൻ്റെ വൈറലായ റീൽസാണ് ഗൈസ്. അത് നവിമ റീൽസ് കൊണ്ട് നേരെ പോയി. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരോടും. അപ്പോൾ ബൈ ഗൈസ്. ഞാൻ അങ്ങോട്ട് പോവാം. അങ്ങനെ ഇതാ ഒരു കുഞ്ഞി നടത്തൊക്കെ കഴിഞ്ഞു. ഇപ്പം വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇനി നമുക്ക് ഓരൊക്കെ എന്താ ചെയ്യുന്നത് നോക്കാം. മോനും അതേമാതിരി അമ്മയൊക്കെ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. മോന് നേരത്തെ ഇവിടെ ഇരുന്ന് കുഴി കുത്തിയിരുന്നു ഗൈസ്. അവൻ്റെ കയ്യിൻ്റെ ഒരു യോക്ക് അങ്ങനെ കാണിക്കാൻ കഴിയുന്നില്ല. ഇതുവരെ ഇപ്പം നിങ്ങൾ കാണുന്നതിൻ്റെ കൈ വരെ അവനൊരു കുഴിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിലൊക്കെ അവൻ മണ്ണിട്ട് മൂടിപ്പിച്ച് സക്സസ്ഫുള്ളി നമ്മളിവിടെ എത്തി. നമുക്ക് ഓരെന്താ ചെയ്യാൻ നോക്കാം. ഒക്കെ കുളിച്ചിങ്ങനെ കഴിച്ചു. എല്ലാവരും ഇന്ന് നല്ല കുട്ടികളായി. അമ്മ കുളിക്കാൻ പോയിട്ടുള്ളൂ. ബർത്ത്ഡേ ബോയ് ആണ് ഗൈസ്. ഏപ്രിലത്തെ ബർത്ത്ഡേ ബോയ് ആണ് ഈ മുഖം പൊത്തിരിക്കുന്നത്. എൻ്റെ എത്ര ജാടുള്ള ഒരാളിൻ്റെ വീട്ടിലില്ല ഗൈസ്. നോട്ട് ദി പോയിന്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.